welcome back to our channel Chimini Vlog. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ വലിയ മെയിൻ ഡിഷൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എനിക്ക് എപ്പോഴും ചിന്നൂസ് ജാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇൻ കേസ് എനിക്ക് ലൊക്കേഷനിലെ ഫുഡ് സംഭവം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് വാങ്ങിയിട്ട് ജാം തേച്ചിട്ട് അല്ല പീനട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ ഇത്തവണ നമുക്ക് നല്ല പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് പൈനാപ്പിൾ ജാം. അപ്പോൾ ഇത് ആക്ച്വലി കുറേ നാൾ മുന്നേ ഉണ്ടാക്കിയതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പൈനാപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി അവരുടെ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്ന ഒരു 3 പൈനാപ്പിൾ ഉണ്ട്. കുഞ്ഞാപ്പിയാട്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ വലിയ പൈനാപ്പിളൊന്നും അല്ല, നല്ല കുഞ്ഞാപ്പി ഡുണ്ടർ പൈനാപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കിട്ടിയപ്പോൾ തൊട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ജാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു പണ്ടൊക്കെ, പക്ഷെ പിന്നെ ചിന്നൂസ് ജാം ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ എപ്പോഴും നമ്മൾ ജാമാണ് ഉണ്ടാക്കുക. കാരണം ബ്രെഡിനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങാനും പോകേണ്ട, വീട്ടിൽ നല്ല പൊളിയായിട്ട് നമുക്ക് ജാം ഉണ്ടാക്കാം. ഇത്രയും നാളും ഷൂട്ടിന് പോകുന്നതിന് മുന്നേ ചിന്നൂസ് ഉണ്ടാക്കി തന്നൊക്കെ വരുമായിരുന്നു. പക്ഷെ ഒരുപാട് മാറിയ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഇത്തവണ ഷൂട്ടിന് പോകണമെങ്കിൽ നീ തന്നെ ജാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. എനിക്കാണ് ജാമിൻ്റെ ABCD അറിയില്ല. പിന്നെ കുറച്ച് മധുരം വരണം, പഞ്ചസാരയൊക്കെ എടുത്ത് തരണമെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്കിംഗ് വ്ലോഗ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി അഡീഷണൽ ഇവരുണ്ടി വരലാണ് പതിവ്. പക്ഷെ ഇത്തവണ ഞാൻ നന്നാക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ ചെയ്തോളൂ. ഞാൻ അല്ലെങ്കിലും കുക്കിംഗ് വ്ലോഗ് ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ് വീണ തെറ്റാതെ അതേ അളവ് വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതേപോലെ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിയ റെസിപ്പിയാണെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട. ചിന്നൂസ് പറഞ്ഞു തന്നത് അതേപോലെ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അത്ര ക്രൂവലല്ല കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് തരുന്നുണ്ട്. എവിടെ പൈനാപ്പിൾ? എവിടെ കണ്ടോ, പൈനാപ്പിൾ നല്ല സുന്ദരിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വരുമ്പോൾ അത് കട്ട് ആയില്ലെങ്കിലും പേടി കൊണ്ടായിരിക്കും. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. നാടൻ ഇതായതുകൊണ്ടായിരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ അതാ സുനസ. അവളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാ. പിന്നെ ഞാനെന്നെ വീണ്ടും ഞാൻ എൻ്റെ പൊസിഷനിലെത്തിട്ടോ. അപ്പോൾ ഇതേ ചിന്നൂസ് എല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചപ്പോൾ തൊട്ട് എനിക്ക് തിന്നണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തിന്നാൽ ചിലപ്പോൾ ഞാൻ ചീത്ത വരും. വ്ലോഗിനിടയ്ക്ക് തിന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തിന്നരുതെന്ന് പറയില്ലല്ലോ. നല്ല നാടൻ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഭയങ്കര. അപ്പൊ നമുക്ക് ജാമിന് ഇത് ഒന്ന് അടിച്ചെടുക്കണം. ഒരു ജ്യൂസി പരുവത്തിലാക്കി ഇതിനെ എടുക്കണം. അപ്പൊ ഇതെടുത്തതിന് ശേഷം നമുക്ക് എന്തോരം മധുരം വേണമെന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മെഷറിംഗ് കപ്പുകൾ വേണമല്ലോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് അളന്നിട്ട് ഇതിന്റെ അളവിന് വേണം നമ്മൾ മധുരം ചേർക്കാം. അപ്പൊ നമുക്ക് ഇത് ആദ്യം അടിച്ചെടുക്കാം. എന്റെ മടി എല്ലാവരെയും കാണിക്കണ്ട, ഞാൻ അടിച്ചെടുത്തിട്ട് കാണിച്ചാൽ മതി. കട്ടി താഴെ പോയിരിക്കാനാണ് ഞാൻ എത്ര സ്ലോ മോഷനിലൊക്കെ ചെയ്യുന്നത്. അല്ല പിന്നെ ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പഞ്ചസാരയിൽ ഇട്ടിട്ട് കഴിക്കണം. ഒന്ന് ടേസ്റ്റ് ആയിരിക്കും പറയും. പക്ഷെ നമുക്ക് ജാം മുഖ്യമായതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഡൈജസ്റ്റ് ആവാനൊക്കെ നല്ലതല്ലേ പൈനാപ്പിൾ. സോ അത് നാടൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് പിടിക്കണമല്ലോ. നാടൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ചിലപ്പോൾ നിറയെ വെച്ചിട്ടുണ്ട്. ഞാൻ കുത്തി നിറയ്ക്കുന്നുണ്ട്. കുത്തി നിറച്ച അറിയത്തില്ല. ഇല്ലേ? കുറച്ച് മാറ്റ്. ശശികല ഫസ്റ്റ് അറ്റംപ്റ്റ് ചീറ്റി പോവാണല്ലോ ദൈവമേ. അത് ഇത്ര ഇട്ട് തീർന്നോളം വരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞൂടെ. കുറച്ചുകൂടെ. ഇത്രയും സെറ്റ്. ആ ഓക്കെ ഇത്രയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മള് അടിച്ചെടുക്കും. ജാറ് വരെ കരയാൻ തുടങ്ങിയല്ലോ. എന്നെ വെറുതെ ഇവിടെ നിന്നായിരിക്കും. അപ്പൊ നമുക്ക് താഴെ എടുത്തിട്ട് അരയ്ക്കാം. സ്വിച്ച് ഓൺ ചെയ്യണേ. ഞാൻ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലാണ്ട് പുച്ഛമുണ്ട്.
ലോക്കായി നോക്ക്. ഇത്രയല്ലേ ആളൂ? ഇങ്ങനെ ആടുവോ? ഇതായിരുന്നല്ലോ. ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പാതിരാത്രിയിലാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടുകാരോ ഉറങ്ങുന്ന അച്ഛനോ ഒന്ന് ചീത്ത വിളിച്ച് എന്നെ ഒന്നും പറയരുത്. അരഞ്ഞു അരഞ്ഞു ഇങ്ങനെയല്ലേ അറിയണ്ടേ? കുറച്ചും കൂടി ജ്യൂസി ആവണം അല്ലേ? എനിക്ക് അറിയാമായിരുന്നു, ഞാൻ പിന്നെ സജഷൻ ചോദിച്ചതേ ഉള്ളൂ. ബാക്കി അരച്ചിട്ട് വരാം. അവിടുന്ന് ഇവിടുന്നൊക്കെ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. എന്റെ തന്നെ ഐഡിയയിൽ ഇത് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ലേ? എന്റെ ജാം ഇത്ര ജ്യൂസി ആവുള്ളൂ. ഇതാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പൊട്ടത്തിന് പറയാന്നോ, മാംഗോ ജ്യൂസ്. പൈനാപ്പിളിന്റെ ആ ഒരു ജ്യൂസ് ആക്കി വെച്ചിരിക്കുന്ന സംഭവം ഇതാണ്. അപ്പൊ നമുക്കിത് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്താലേ പഞ്ചസാരയൊക്കെ എത്ര വേണമെന്ന് അറിയുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് മെഷറിംഗ് കപ്പിലേക്ക് മാറ്റാം. ബുദ്ധിയും വിവരമുള്ളവർക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല, അല്ലാതെ ആണെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് മെഷറിംഗ് കപ്പില്ലാതെ പറ്റില്ല. ഒരു കപ്പ്. ഇടയ്ക്കൂടെ ഞാൻ ഇതൊക്കെ ഇവിടെ ഒലിച്ചൂറുമ്പാക്കും. വീഡിയോഗ്രാഫർക്ക് ഇത് കാണാൻ പറ്റുന്നില്ലല്ലേ, ഞാൻ അതിമനോഹരമായി ഒഴിക്കുന്നത് കൊണ്ട്. ഇപ്പോഴോ കറക്റ്റ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, 3 കംപ്ലീറ്റ് പറയായിരുന്നല്ലേ. കാണുമായിരിക്കുമല്ലോ ഇതെല്ലാം തൂത്തിടുമ്പോൾ. അപ്പോൾ ഇതൊരു കറക്റ്റ് 3 കപ്പാണ് നമ്മൾ. 3 പൈനാപ്പിൾ, കുട്ടി പൈനാപ്പിളാണ് നമ്മൾ എടുത്തത്. ഇനി ഞാനിതിനെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങോട്ടേക്ക് ഇതിനകത്തൊക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങോട്ടേക്ക് ഇടണം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് 3 കപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിൽ പഞ്ചസാര എടുക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ മുഖം ആര് കാണിക്കും? എൻ്റെ മുഖമല്ല താത്ത്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നുള്ളൂ. കാരണം ഇതിന് നല്ല മധുരമുണ്ട്, നാടൻ സംഭവം ആയതുകൊണ്ട്. അതുകൊണ്ട് ഒരുപാട് മധുരം ആയി കഴിഞ്ഞാൽ നമുക്ക് ചകിടിക്കും, കഴിച്ചാൽ ഒരു ഗുമ്മുണ്ടാവില്ല. അപ്പോൾ ഇതിനുള്ളൊരു മധുരം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഓവറായാലും എല്ലാം ബോറാവുമല്ലോ. അപ്പോൾ നമുക്ക് പഞ്ചസാര അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അത് അലുത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. സോ നമുക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടിക്കൊള്ളുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് വരാം. നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചൊരു 3/4 കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി അതിൽ മധുരം എടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഓവർ ആക്കുന്നില്ല. ഒരു 3/4 കപ്പേ ഉള്ളൂ പൊടിച്ചത്. അപ്പോൾ ഇതേ പാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചൂടായി എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ. ഈ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ നെയ്യാട്ടോ. 2 വേണം, കൊടുക്കുമോ? ഈ സ്പൂൺ നമ്മൾ കഴുകിയിട്ടേക്കാം. തീയും പുകയൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ പൈനാപ്പിള് സെറ്റാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മനഃപൂർവ്വം എനിക്കറിയില്ല എന്ന് അറിഞ്ഞിട്ട് ഇവരെന്നെ പറ്റിക്കാൻ നോക്കുന്നത്. എന്തൊരു തീയെ, ഒരു നിശബ്ദതയായില്ലേ. അപ്പൊ നമ്മളിത് ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ശശിയായ പോർഷനൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ പൈനാപ്പിളിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതൊന്ന് വറ്റി വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചസാര ഇട്ട് ഈ സംഭവങ്ങളൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഷടയിൽ തീരുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേ ഇതിൻ്റെ ഫ്ലെയിം നമ്മൾ കുറച്ച് ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണല്ലോ, കുറച്ച് വെക്കണമെന്ന് പറയാൻ പറഞ്ഞു മുതലാളി. ഇത് തിളക്കുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റട്ടെ. അതുവരെ ഞങ്ങൾ കുറച്ച് ചണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കട്ടെ.
നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ അരയ്ക്കാൻ നേരത്തൊന്നും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട്. പൈനാപ്പിൾ ഉള്ള വെള്ളമുള്ളൂ, നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല വെള്ളമൊന്നും. അപ്പം ആ ഉള്ള വെള്ളമൊക്കെ അതേ വറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നിങ്ങൾ മിക്സിക്ക് ഫുള്ള് വിടും. ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഫുൾ യോജിപ്പിച്ചെടുക്കണം. ടാസ്ക് ആണ്, ടാസ്ക്. ജാമിന്റെ ലുക്ക് ഒക്കെ ഉണ്ട് അല്ലേ? കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് മറ്റേ ജെല്ലി പോലത്തെ സംഭവം ആയിരിക്കും അല്ലേ? സോറി, ആ ക്ലാസ്സിൽ ഞങ്ങൾ ആസ്പെൻഡായിരുന്നു. ഇവിടെയൊക്കെ ഒരു കട്ടയൊക്കെ ഞാൻ കണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ ഒരു പട്ട ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറേ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ആ ഒരു ടേസ്റ്റ് കൂടെ വന്നാലേ പക്ക ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് ഫ്ലേവറിന് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. അപ്പം അതിൻ്റെ ഇതും കൂടെ പിടിക്കിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മ്യൂസിക് എവിടെ? ഇതെല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇട്ടിരിക്കണ ഈ പട്ടേനെ എടുത്ത് കളയും കേട്ടോ, കാരണം നമുക്ക് വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് ഇട്ടുന്ന ആൾക്കാരെ നമ്മൾ അറിയിക്കാൻ പാടില്ല, പക്ഷെ ഫ്ലേവർ മാത്രമേ വരാനുള്ളൂ. ഫുൾ തട്ടിപ്പാണ് ടേസ്റ്റ്. അപ്പോൾ ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് എടുത്ത് മാറ്റും. നമ്മൾ തണുത്തിട്ട് എടുത്ത് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ വെറുതെ കൈ പൊളിക്കുന്നത്. ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ ജാം. കാരണം ജാം ഈ പൈനാപ്പിൾ ഇപ്പോൾ ഏതിൻ്റെയാണോ നമ്മൾ ജാം ഉണ്ടാക്കണേ ആ ഒരു ഫ്രൂട്ടും കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അല്ലാതെ വലിയ കഷ്ടപ്പെടാം, കുറച്ച് ഇളക്കണം എന്നുള്ള കഷ്ടപ്പാടല്ലാതെ വേറെ കഷ്ടപ്പാട് നമ്മൾ അരിയണം, മിക്സ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ നമ്മളെ ടെൻഷൻ ആക്കണ സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട്, അതായത് പൈനാപ്പിളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാകുന്നവരുണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ നിന്നാൽ മതിയായിരുന്നു, അതാകുമ്പോൾ ഇത്ര ഇളക്കുണ്ടായിരുന്നു. ജാമിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ ഒരു ഇളക്കാണ് കേട്ടോ. ഇളക്ക് നിർത്തി ഇവിടെ പൊട്ടിത്തെറികൾ സംഭവിക്കും. ഞാൻ നേരത്തെ ഒന്ന് മടി പിടിച്ച് ഇവർ മാറിയ സമയത്ത് ഒന്ന് ഇളക്ക് നിർത്തിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറെ പൊട്ടിത്തെറി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി നമ്മൾ സൂക്ഷിച്ചിളക്കുക. ഞാനിതിപ്പോൾ ഓഫ് ചെയ്യാൻ പോകണ്ടോ. നമുക്ക് ഈ ഒരു പരുവം മതി, കാരണം കുറച്ച് ഇങ്ങനെയായിട്ട് നിൽക്കും. കാരണം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയാവും. അപ്പം ആ ഒരു പരുവം മതി നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഓഫ് ചെയ്തേക്കാം നമുക്ക്. ഇനി ഇതൊന്ന് തണുക്കാൻ നിന്നിട്ട് നമുക്ക് തണുത്തിട്ട് ഈ സാധനം പട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ഇരിക്കട്ടെ കുറച്ച് നേരം. നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതിൻ്റെ. ഇതാണ് സംഭവം. നല്ല തണുപ്പ് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റാം. ഗ്ലാസ് ജാറിൽ വെക്കുകയാണെങ്കിൽ കാണാൻ ഒരു ഗുമ്മുണ്ടാവും. നമ്മളിപ്പോൾ ഇതിലാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടില്ലേ? ചിരിച്ചു വെച്ചാൽ മതിയായിരുന്നല്ലേ. ഒരു കളർ പോലും ചേർക്കാതെയാണ് കേട്ടോ നമുക്ക് ഈ നല്ല യെല്ലോ കളർ കിട്ടിയിരിക്കണേ. ഇതിൽ ഞാൻ ആ പട്ടേനെ സൈഡിലേക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ടേക്ക് വീഴാതിരിക്കാൻ. മാറ്റി വെക്കണം എന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കഴുകണമല്ലോ, അപ്പം അതിലിരിക്കട്ടെ എന്ന്. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ബൗൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കിയ റെഡി നമ്മുടെ ജാം സെറ്റ്. ആ ബൗളിനകത്തൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ പൈനാപ്പിൾ ജാം റെഡി. അപ്പോൾ ഷൂട്ടിന് കൊണ്ടുപോകാനുള്ള ജാം നമ്മളൊരു ബൗളിലാക്കി ഇങ്ങനെ വെച്ചു. ബൗളല്ല, ഒരു ഡപ്പയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് കൊണ്ടുപോകും. അപ്പോൾ അത് അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ കുറച്ച് മിച്ചം വേണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ കഴിക്കാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കപ്പെടും. ഇതേവിടെ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെ ആണല്ലോ ജാം ഏറ്റവും കൂടുതൽ പൊളി. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിലേക്ക് അങ്ങോട്ട് തേക്കാം.
കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എല്ലായിടത്തും പിടിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ബ്രെഡ് ഫുൾ ജാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കണ്ടേ. വേറൊരു ബ്രെഡും കൂടി എടുത്താണ്ട് മുകളിൽ വെച്ചിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബ്രെഡ് ജാം. കാരണം മധുരം അധികം വന്നിട്ടില്ല. ഓൾറെഡി ഉള്ള പൈനാപ്പിളിൽ കുറച്ച് മധുരം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെകടിക്കുന്നില്ല ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ബാക്കി കഴിക്കട്ടെ. അപ്പം ഞാനിതൊന്ന് തീർക്കാനുണ്ട്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇപ്പം ചില ഫുഡുകളൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ ജാമ് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നടന്നു. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള സാധനം സേഫ്റ്റിക്ക് കൈ കരുതുന്നത്. ഇൻ കേസ് അവിടുത്തെ എപ്പോഴെങ്കിലൊക്കെ ഫുഡ് മടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ബ്രെഡ് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. ജാം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കും എന്തായാലും എൻ്റെ ഈസി ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പം ഞാനിത് പോയി കംപ്ലീറ്റ് ചെയ്തിട്ട്